everyone, welcome back to Xylem Learning. നിങ്ങളുടെ സ്വന്തം അരുമ മിസ്സാണ്. അപ്പോൾ മക്കളെ, ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ഷീറ്റും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനിയുള്ള നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് USS എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. കുറേ ആളുകൾക്ക് സ്കൂളിൽ USS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ USS എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഏറ്റവും പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ്. അപ്പം മിസ് എന്ന് വന്നിരിക്കുന്നത് ബേസിക് സയൻസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും മറ്റു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ കാണുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ബേസിസിൽ കുറേ ക്വസ്റ്റ്യൻ വരാനുണ്ട്. പഠിച്ച പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെയാണ് USS എക്സാമിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് പഠിച്ച ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ, മണ്ണിൽ പൊന്നു വിളയിക്കാം, ടുവേർഡ്സ് എ 100-fold yield എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷകാലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, മാറിയിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നാലും കണ്ടന്റുകൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. ഇൻ വിച്ച് ക്രോപ്പ് ഡിഡ് ദ ഗ്രീൻ റെവല്യൂഷൻ ടേക്ക് പ്ലേസ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏത് വിളയിൽ? അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് അറിയാത്തൊരാൾക്കല്ലേ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നെന്ന് അറിയാവോ നിങ്ങൾക്ക്? നല്ല രീതിയിലുള്ള കൃഷി വസ്തുക്കൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹയർ ക്വാളിറ്റി സീഡ്സ്, അല്ലെങ്കിൽ ഹയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ അഗ്രികൾച്ചറിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളത് എക്സാം ഇടുന്ന ആളുകൾക്ക് അല്ലേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാമോ ഓരോ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ മനസ്സിലായി, ഇറ്റ് ഈസ് എ ഗ്രീൻ അല്ലെ. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചർ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഏത് ക്രോപ്പിലാണ് ഇത് കാര്യമായിട്ട് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആൻസർ വീറ്റ് ആണ് കേട്ടോ. ഗോതമ്പാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വീറ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ പോലെ അല്ലേ, നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മഗപ്പ് ചെയ്യലല്ല ചെയ്യേണ്ട കാര്യം. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഹരിത വിപ്ലവം എന്നൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് മിസ് പറഞ്ഞു, നമ്മുടെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് കൃഷിയിലുണ്ടാക്കിയ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആരാണ് ഈ ഹരിത വിപ്ലവത്തിന് പിന്നിലുള്ള വ്യക്തി എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടേ? ഡോക്ടർ MS സ്വാമിനാഥൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് പറയുന്നത്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹം നമ്മുടെ മലയാളിയും കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിക്കോളൂ നിങ്ങൾ. ദ മിറർ ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ഈസ് നോൺ ആസ്. പ്രകാശത്തിന്റെ പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞു കിടക്കുന്ന ദർപ്പണം ഏതാണ്? അപ്പം നമ്മൾ ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർട്ട് ഓഫ് സ്ഫിയർ ഏതാണതിനെ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം അല്ലെ. എന്താണ് പറയാറ്? സ്പെറിക്കൽ മിറേഴ്സ്. ഏതൊക്കെ സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? കോൺകേവിനെ കുറിച്ചും കോൺവെക്സിനെ കുറിച്ചും. ഇതിൽ കോൺകേവ് ഏതാ കോൺവെക്സ് ഏതാണെന്ന് മക്കൾക്ക് മാറിപ്പോവാറുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മളിത് ഇങ്ങനെ കുറേ ആരോ മാർക്കുകൾ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, ഇങ്ങനെയുള്ളത്. ഇതിനർത്ഥം നമ്മൾ ആ ഭാഗം കുറച്ച് പരുക്കനാക്കിയിട്ടുണ്ട്, ആ ഭാഗത്ത് റിഫ്ലക്ഷൻ പോസിബിൾ അല്ല.
അപ്പൊ നോക്കിക്കോളൂ, ഇതാണ് ഈ ഉള്ളോട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതാണ് എന്ത് പറയുന്നത്, പ്രതിപതന തലം എന്ന് പറയുന്നത് അല്ലെ, റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആ റിഫ്ലക്റ്റിംഗ് സർഫേസ് നോക്കിക്കോളൂ ഉള്ളിലോട്ട് വളഞ്ഞു കിടന്നു. അപ്പൊ അതേതാണ് ആൻസർ? കോൺകേവ് അല്ലേ, കോൺകേവ് അല്ലേ, തീർച്ചയായിട്ടും അല്ലേ. ഇനി അതേ സമയത്ത് ആ റിഫ്ലക്റ്റിംഗ് സർഫേസ് നോക്കിക്കേ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതാ നോക്കിക്കോ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പരുക്കനാക്കിയിരിക്കുന്നത്. അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അപ്പൊ ആളാരാണ്? കോൺവെക്സ് മിറർ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും നമ്മുടെ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുക. അതിൽ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്ന ആരാന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതാൻ പറ്റുക? നമ്മൾ ഈ കോൺകേവ് മിററിനെ കുറിച്ചും കോൺവെക്സ് മിററിനെ കുറിച്ചും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ. അപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? നമ്മളിതാ ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക അല്ലേ. അപ്പൊ ഏറ്റവും സിമ്പിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് അല്ലേ, ആ ഭാഗത്ത് നിന്ന് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സ്വയം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. നോക്കിക്കോളൂ. വൈ ഡസ് ദ ബൾബ് ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഈസ് നോട്ട് ഗ്ലോയിങ്? എന്തുകൊണ്ടാണ് ഈ സർക്യൂട്ടിലുള്ള ബൾബ് ഗ്ലോ ചെയ്യാത്തത്? എന്താണ് ബൾബ് പ്രകാശിക്കാത്തത് അല്ലേ? അപ്പൊ വേഗം തന്നെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. എന്താണ്? ഇവിടെ ഇല്ലേ, ഇവിടെ കണക്ഷൻ എന്താണ്? ബ്രേക്ക് ആണ് അല്ലേ. അപ്പൊ കാരണം എന്താണ്? ഇത് എന്തുകൊണ്ടാണ്? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. എന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്. ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള സർക്യൂട്ട് വേണം? ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് വേണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ടിനെ കുറിച്ച് പഠിച്ചാൽ ക്ലോസ് സർക്യൂട്ടിലേക്ക് എത്തും. പിന്നെ ബൾബിലുള്ള ഓരോ ആളുകളെ കുറിച്ചും അല്ലേ, ബൾബിലുള്ള ഫിലമെന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോവുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് USS എക്സാം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ബേസിക് സയൻസിൽ അടിപൊളി സ്കോറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല അല്ലേ. എന്നാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സമതല ദർപ്പണത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് കോൺവെക്സിനെ കുറിച്ചും കോൺകേവിനെ കുറിച്ചുമാണ്. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് നോക്കി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് USS കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.